വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പവർ ബി ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് ഇതിലോട്ട് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ബാർ ചാർട്ട് എങ്ങനെ അത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഓപ്പൺ ചെയ്ത് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എക്സ്പോർട്ടിങ് ഓപ്ഷൻ ഒരുപാടുണ്ട്. ഗെറ്റ് ഡാറ്റ അവിടെ മോറ് കൊടുത്താൽ നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടേക്ക്, ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ അതിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടും. എവിടെ നിന്നൊക്കെ നമുക്ക് ഡാറ്റാസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് എക്സൽ ഡാറ്റയാണ്. എക്സൽ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു എക്സൽ ഞാൻ മുന്നേ നമ്മൾ ചെയ്ത് വെച്ചിട്ടൊരു എക്സൽ ഡാറ്റ ഫയൽ ഉണ്ടാവുമല്ലോ, ആ ഡാറ്റ ഫയൽ ഇങ്ങോട്ടേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലെ ഡാറ്റ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഡാറ്റ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ആ എക്സലിൽ കണ്ടില്ലേ, എക്സലിൻ്റെ ഫസ്റ്റ് സിമ്പിൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സലിൻ്റെ ഇങ്ങനെ ഒരു ഫയൽ വരും, ആ ഫോൾഡേഴ്സ് വരും. ആ ഫോൾഡേഴ്സിൽ ഏതാണോ നമുക്ക് വേണ്ടത് ആ ഫോൾഡർ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും. ആ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഡാറ്റാസിനെ കാണിക്കുന്നത്. നമുക്ക് എക്സ് ആക്സിസിൽ എന്ത് വേണം, വൈ ആക്സിസിൽ എന്ത് വേണം, എന്തിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആൾറെഡി ഒരു അറിവ് നമുക്ക് വേണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. അത് ഒന്ന് ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റമാണ്. ഏത് സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും അതിൻ്റെ സ്പീഡ് അറിയുന്നത്. അത്യാവശ്യം നല്ല ഒരു ഇതിലുള്ള സിസ്റ്റമാണെങ്കിൽ വേഗം നമുക്ക് അത് ലോഡായി കിട്ടും, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഫയൽ. ഇതിൽ നമുക്ക് ഷീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ടേബിൾ ഉണ്ട്. നമുക്ക് ഏത് ടേബിളാണ് വേണ്ടതെന്ന് വെച്ചാൽ ടേബിൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഷീറ്റ് ആണെങ്കിൽ ഷീറ്റ് മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ഷീറ്റ് രണ്ടാമത്തെ കണ്ടില്ലേ, അത് ഷീറ്റാണ്. അപ്പോൾ ആ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് എനിക്കൊരു ടേബിൾ മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ഏത് ടേബിളാണോ ടേബിളിൻ്റെ നെയിം കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ വേണമെങ്കിൽ. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തു. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അല്ലെങ്കിലൊക്കെ സിസ്റ്റം വേഗം നല്ല GB ഉള്ള സിസ്റ്റമൊക്കെ ആണെങ്കിൽ വേഗം അത് ലോഡാവും. ഇൻ കേസ് നമുക്ക് GB കുറവുള്ള സിസ്റ്റമാണെങ്കിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം എടുക്കും. അത് കരുതിയിട്ട് ഡാറ്റാസൊന്നും ഒരിക്കലും മിസ്സായി പോകത്തൊന്നുമില്ല. പക്ഷേ ഇതിൽ ലോഡിങ് ടൈം പറഞ്ഞത് ഒരുപാട് സമയം എടുത്തിട്ട് തന്നെയുള്ളൂ. ഇത് വിഷ്വലൈസേഷൻ ഉണ്ട്. വിഷ്വലൈസേഷനിലാണ് നമുക്ക് ഗ്രാഫ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഡാറ്റ എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഡാറ്റ അവൈലബിൾ അറിയുമ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ടേബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ടേബിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ക്വാണ്ടിറ്റി എന്ന ടേബിളിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തു, എക്സലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തു. ആ ഒരു ഡാറ്റയായിരിക്കും, ആ ഡാറ്റയിൽ എന്തൊക്കെയുണ്ട്, എത്ര ടേബിൾ, എത്ര കോളംസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട്, എല്ലാ ഡാറ്റാസും അതിലുണ്ടാവും. അതിൽ നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാനത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഒരു ഡാറ്റനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ഗ്രാഫ് വരയ്ക്കും. അത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു ലോഡിങ് പറഞ്ഞത് ലോഡിങ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി വരികയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ കിട്ടും. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഞാൻ കൈസർ വെച്ചിട്ടില്ലേ, ആ ഒരു സ്ഥലത്തായിട്ടായിരിക്കും നമ്മുടെ ഡാറ്റ അവൈലബിളായി കിട്ടും. ഇത് എന്ന് പറയുന്നത് ടേക്ക് ടൈം ഡ്യൂ ടു എൻ്റെ സിസ്റ്റത്തിൻ്റെ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഇനിയിപ്പോൾ ബിൽഡ് വിഷ്വൽ വിത്ത് യുവർ ഡാറ്റ കണ്ടോ, അത് നമ്മളെ സ്ക്രീന് മാറിയത് കണ്ടോ, ആ ഒരു വൈറ്റ് ഏരിയ, ആ ഒരു ഏരിയയിൽ മാറിയതിനനുസരിച്ചിട്ട് നമുക്കപ്പോൾ മനസ്സിലാക്കാം നമ്മൾ ഡാറ്റ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ ഡാറ്റ എന്ന സ്ഥലത്ത് ക്വാണ്ടിറ്റി കണ്ടോ, ആ ക്വാണ്ടിറ്റി നമുക്ക് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് ഡ്രോ ചെയ്യാൻ പോവാൻ. ഞാൻ ഏത് ഗ്രാഫ് വേണം, ഒരുപാട് ഗ്രാഫ് അവൈലബിൾ ആണ്. നമുക്ക് ഡിപ്പെൻസ് ആണ് ഏത് ഗ്രാഫ് വേണം, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാഫ് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഒരു പർട്ടിക്കുലർ ഗ്രാഫ് ഞാനിപ്പോൾ ഒരു ഗ്രാഫ് സെലക്ട് ചെയ്തു. ആ ഗ്രാഫ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് ഈ ഒരു വൈ ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസ് ഉണ്ടാവും, ലെജൻസ് ഉണ്ടാവും. അതിൽ ഇതിലോട്ടാണ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇടാം, അല്ലെങ്കിൽ വൈ ആക്സിസിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇടാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് കണ്ടോ, അല്ലെങ്കിൽ വൈ ആക്സിസിലോട്ട് ഇടാം,
അല്ലെങ്കിൽ എക്സ് ആക്സിസിലോട്ട് ഇടാം. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഗ്രാഫിലോട്ടാണ് ഡ്രാഗ് ചെയ്തിട്ടത്. അങ്ങനെ രണ്ടെണ്ണം എക്സ് ആക്സിലും വൈ ആക്സിലും രണ്ടെണ്ണം വീതം ആവറേജും അതേപോലെ തന്നെ ഐറ്റം എക്സ് ആക്സിലുമായി വൈ ആക്സിസിലുമായി. സോ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. വൈ ആക്സിസിൽ എന്താ വന്നിട്ടുള്ളത് ഐറ്റം. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അത് ആ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതാണോ നമുക്ക് വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സിലും വൈയിലും ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സോ ഏതിൽ വെച്ചിട്ടാണ് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത് ഡിപ്പെൻസ് ഓൺ ദാറ്റ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇത് നമുക്കിങ്ങനെ ഇപ്പോൾ ലോഡിങ് ടൈം എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. ജസ്റ്റ് ഇടുമ്പോൾ തന്നെ ഗ്രാഫ് വരേണ്ടതാണ്. ജസ്റ്റ് ലോഡിങ് ടൈം എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ എക്സലിലൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രാഫ് എടുക്കാറില്ലേ, അതേപോലത്തെ ഒരു ഗ്രാഫ് തന്നെയായിരിക്കും ഇവിടെയും ലഭിക്കുക. ഇത് ഒരു നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഏതൊക്കെ ഗ്രാഫ് വേണോ ആ ഗ്രാഫൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടിയില്ലേ, ഇനി അതിനെ നമുക്ക് സോർട്ട് ചെയ്യാം. ആ 3 ക്ലിക്കിൽ 3 ഡോട്ട്സിൽ അവിടെ പോയിട്ട് നമുക്ക് അസെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങോ ഓർഡറിലാക്കാം. എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതവിടെ കണ്ടോ, മുകളിലൊരു 3 ഡോട്ട്സ്, അതിലടിയിൽ സോർട്ട് കണ്ടോ, അതിൽ സോർട്ടിൽ നമുക്ക് അസെൻഡിങ് ആയിട്ടോ ഡിസെൻഡിങ് ആയിട്ടോ ആട്ടവർ നമുക്ക് എന്താണോ ഏത് ഡാറ്റ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലോട്ട് നമുക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇതിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മുകളിലായിട്ട് ഫോർമാറ്റ് യുവർ വിഷ്വൽ കണ്ടോ, അത് ഫോർമാറ്റ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഓരോ ടെസ്റ്റിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും അതേപോലെ തന്നെ ലെജൻസിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ലേബൽസ് കൊടുക്കണോ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. ഇത് കണ്ടോ മുകളിലോട്ട് ഇപ്പോൾ ഞാൻ വാല്യൂസിൻ്റെ കൂടെ കൊടുത്തു. വാല്യൂസിൻ്റെ സൈസ് മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ എക്സ് ആക്സിസ് നമുക്ക് വാല്യൂസിൻ്റെ സൈസ് മാറ്റാം, ബോൾഡാക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ് ഓരോരോ ഇതിൽ ഡാറ്റ ലേബൽസ്, ഡാറ്റയ്ക്ക് ലേബൽ കൊടുക്കണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ നമുക്ക് ഡാറ്റ ലേബൽസ് വന്നു. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈസ് മാറ്റി കൊടുക്കാം. സൈസ് അല്ലെങ്കിൽ ഷേപ്പ് അതേപോലെ തന്നെ ബോൾട്ടാക്കണമെങ്കിൽ ബോൾട്ടാക്കാം. സോ എന്ത് വേണോ നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു ഡാറ്റനെ എങ്ങനെ എക്സലിൽ നിന്ന് പവർ ബി ഐയിലോട്ട് നമുക്ക് കൊണ്ടുവരാം, അതുപയോഗിച്ചിട്ട് ഇങ്ങനെ ചാർട്ട് നമുക്ക് ബാർ ചാർട്ട് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അവിടെ എന്നോട് ചോദിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ ആൻസർ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഒരു ഗ്രാഫ് മാത്രമല്ല നമുക്കിവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റുക. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റാസ് കൊണ്ട് നമുക്ക് ഇവിടെ ഗ്രാഫ് വരയ്ക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.